കരളിന് നല്ലത് ഏത് ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനമാണ്? മഞ്ഞൾ, കറുകപ്പട്ട, കുരുമുളക്, ജീരകം. ഉത്തരം മഞ്ഞൾ. ആരോഗ്യകരമായ കരൾ നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. ഇത് പിത്തരസത്തിന്റെ സ്വാഭാവിക ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നുണ്ട്. ധാന്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് വിളയാണ്? നെല്ല്, ഗോതമ്പ്, റാഗി, ചോളം. ഉത്തരം ചോളം. ധാന്യങ്ങളിൽ ഏറ്റവും ഉയർന്ന ജനിതക വിളവിന് സാധ്യതയുള്ളതിനാൽ ധാന്യങ്ങളുടെ രാജ്ഞി എന്നാണ് ചോളം അറിയപ്പെടുന്നത്. തേങ്ങാവെള്ളം കുടിക്കുന്നത് ഏത് രോഗത്തെ ചെറുക്കും? ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി സ്റ്റോൺ, ക്യാൻസർ. ഉത്തരം കിഡ്നി സ്റ്റോൺ. ആഴ്ചയിൽ 2-3 തവണ വരെ തേങ്ങാവെള്ളം കുടിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വൃക്കയിലെ കല്ലുകളുടെ വലുപ്പം കുറയ്ക്കുന്നു. സ്വന്തം മുതുകത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന ജീവി ഏത്? തേൾ, നീരാളി, ഒച്ച്, പെൻഗ്വിൻ. ഉത്തരം തേൾ. തേളുകൾ ജനിച്ചതിന് ശേഷം അവർ വളരുന്നതുവരെ അമ്മ മുഴുവൻ കുഞ്ഞുങ്ങളെയും തന്റെ പിറകിൽ വഹിക്കുന്നു. മദ്യപാനികൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഗുളിക ഏത്? വേദന സംഹാരി, പ്രഷറിന്റെ ഗുളിക, ഷുഗറിന്റെ ഗുളിക, വൈറ്റമിൻ ഗുളിക. ഉത്തരം വേദന സംഹാരി. പതിവായി മദ്യപിക്കുന്നവരും പെയിൻ കില്ലർ എടുക്കും മുൻപ് ഡോക്ടറോട് ചോദിച്ചിരിക്കണം. ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടുപോയ ചരിത്രമുള്ളവരും പെയിൻ കില്ലർ സ്വതന്ത്രമായി ഉപയോഗിക്കരുത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യമേത്? ചൈന, കെനിയ, പാകിസ്ഥാൻ, ഇന്ത്യ. ഉത്തരം ചൈന. 2023 കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാമതാണ് ചൈന. പട്ടികയിൽ അടുത്തതായി നിൽക്കുന്നത് ഇന്ത്യയാണ്. രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം എന്താണ്? ചുമപ്പ്, വെള്ള, മഞ്ഞ, പിങ്ക്. ഉത്തരം വെള്ള. രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്ക് പൊതുവെ വെളുത്ത നിറവും കൂട്ടമായി പൂക്കുന്നതുമാണ്. വേവിക്കാതെ കഴിച്ചാൽ മുടി നരയ്ക്കാൻ കാരണമാകുന്ന ഭക്ഷണം ഏത്? തക്കാളി, കുക്കുംബർ, മുട്ട, കറിവേപ്പില. ഉത്തരം മുട്ട. സയൻസ് ഡയറക്റ്റ് അനുസരിച്ച് അസംസ്കൃത മുട്ടകൾ ബയോട്ടിൻ കുറവിന്റെ പ്രധാന കാരണമാകാം. കാരണം അവ ഒരാളുടെ GI സിസ്റ്റത്തെ ബയോട്ടിൻ ആഗിരണം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. മുടിയുടെ ആരോഗ്യത്തിന് ഇത് ആവശ്യമാണ്. കൂടുതൽ കഴിച്ചാൽ കാഴ്ച കുറയ്ക്കാൻ സാധ്യതയുള്ള മത്സ്യം ഏത്? സ്രാവ്, മത്തി, ചെമ്മീൻ, ചൂര. ഉത്തരം സ്രാവ്. വലുതും ദീർഘായുസ്സുമുള്ളതുമായ മത്സ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മെർക്കുറി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അതിജീവിക്കാൻ മറ്റ് മത്സ്യങ്ങളെ കഴിക്കുന്ന മത്സ്യങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഇത് കാഴ്ചയെ ബാധിക്കും. ഭക്ഷ്യവിഷബാധ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പഴം? തണ്ണിമത്തൻ, മുന്തിരി, ഓറഞ്ച്, മാമ്പഴം. ഉത്തരം തണ്ണിമത്തൻ. സാൽമണല്ല അല്ലെങ്കിൽ ഈക്കോളി പോലുള്ള ബാക്ടീരിയകളാൽ മലിനമാകാൻ കൂടുതൽ സാധ്യത ഉള്ളതാണ് തണ്ണിമത്തൻ. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.